നമുക്ക് ആ പാനൽ വെച്ചിട്ട് ഇതുപോലെ കുറച്ച് സാധനങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പുതിയതായിട്ട് നമുക്കൊരു ബാക്ക് പാനൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ കോട്ടിൻ്റെ ഹെഡ് ബോർഡ്, ഹെഡ് പാനൽസ്, ഗ്രൂവ്, അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ പാനൽ വെച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഇപ്പം ഇതിനകത്ത് ഇപ്പം ഞാൻ ഗ്രൂവ് ആണെങ്കിൽ ഇതിനകത്ത് കുറച്ച് ടൂൾസ് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാനതൊന്ന് റൊട്ടേറ്റ് ചെയ്തു. സോറി, ഇത് ഞാനിപ്പോൾ റൊട്ടേറ്റ് ചെയ്തു. ഇത് ഞാനിപ്പോൾ ഒന്ന് മൂവ് എടുത്തിട്ട് ഞാൻ വാളിനോടൊന്ന് ചേർത്ത് വെച്ചിട്ടുണ്ട്, ജസ്റ്റ് നമുക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ അതിനകത്ത് ഇതിൻ്റെ ഒരു വെട്ട് വന്നിട്ട് ഞാനൊരു 40, ഞാനിപ്പോൾ ഒരു ഗ്രൂപ്പ് പാനൽ ചെയ്യാൻ പോവാണ്. അപ്പം ഞാനിപ്പോൾ ഒരു 40 എടുത്തിട്ടുണ്ട്. ഇങ്ങനെ സൂമിങ് ചെയ്യണമെങ്കിൽ ഷിഫ്റ്റ് ഇസഡ് നിൽക്കിയാൽ മതി കേട്ടോ. നമ്മൾ ഏതാണോ ഒരു ഒബ്ജക്റ്റ് ഫോക്കസ് ചെയ്യണത് ആ ഒരു ഫോക്കസ് ചെയ്യണ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റ് ഇസഡ് ചെയ്താൽ മതി. അത് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ സൂം ഇൻ വരും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ഗ്രൂപ്പ് പാനൽ, നമുക്കൊക്കെ ഒരു പാനൽ ഗ്രൂപ്പ് പാനലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് കോപ്പി എടുത്ത് വയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കണ്ടോ. അതല്ലാതെ വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട്, നമുക്ക് അറേ ഓപ്ഷൻ ഉണ്ട് കണ്ടോ. അറേ ലീനിയർ അറേ എടുക്കാം. ലീനിയർ അറേ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മൂവ് ചെയ്യുമ്പോൾ നമുക്കിവിടെ വരും. അതിൻ്റെ മേലെ ഇവിടെ നമുക്ക് നമ്പർ വാല്യൂസ് ഉണ്ട്. ഫിക്സ്ഡ് പിച്ചാണോ അതോ ലെങ്ത് വൈസ് ആണെങ്കിൽ ലെങ്ത് വൈസ് എടുക്കാം. ഇതിപ്പോൾ നമുക്കിവിടെ കറക്റ്റായിട്ട് ചില സമയത്ത് ഇവിടെ കറക്റ്റായിട്ട് വരാറില്ല, കാരണം കയറി ഇറങ്ങി പിന്നെ ബാക്കോട്ട് ഒരു മൂവ്മെൻറ്റിലൊക്കെയാണ് നമുക്കിവിടെ വരാറ്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഫിക്സഡ് ലെങ്ത് ആക്കിയാൽ മതി. ഫിക്സഡ് ലെങ്ത് ആക്കിയിട്ട് ഈ യെല്ലോ കളർ ആരോ വരുന്നതാണ് കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ. അത് വന്നില്ലെങ്കിൽ അവിടെ സ്ട്രെയിറ്റ് ലൈൻ അല്ല, അത് ജസ്റ്റ് എന്തെങ്കിലും ഒരു വേരിയേഷൻ ഉണ്ടാവും എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ജസ്റ്റ് ഇവിടെ വന്നു, എനിക്ക് നമ്പർ ഒന്ന് കൂട്ടണം. ഞാൻ ഇവിടെ കറക്റ്റ് വെച്ചു. ഞാനിവിടുത്തെ നമ്പർ ഒരു 15 ആക്കി കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് എനിക്കിനി ഒരു ഗ്യാപ്പ്, അവിടെ ഒരു 15ൻ്റെ ഒരു ഗ്യാപ്പ് എനിക്കിവിടെ വരണം കണ്ടോ. ഇപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ആ ഗ്യാപ്പ് വന്നിട്ട് ഞാൻ ജസ്റ്റ് ഇതൊന്ന് ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് എൻ്റർ അടിക്കണം. എൻ്റർ അടിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് എവിടെയാണോ എൻ്റർ അടിക്കാൻ എസ്കേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്ത സംഭവം വരില്ല, അത് ബാക്ക് അടിച്ച് പോകും. നമ്മൾ അത് ക്ലിക്ക് ചെയ്തു, നമുക്ക് എത്ര വേണം, എത്ര ഗ്യാപ്പ് വേണം എന്നുള്ളത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എൻ്റർ അടിച്ചാൽ മാത്രം അത് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് നമുക്ക് ഡിലീറ്റ് ആയി പോകും, തന്നെ അത് പോകും, നമുക്കത് സേവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഓട്ടോ സേവ് ആവാൻ വേണ്ടിയിട്ടാണ് എൻ്റർ അടിക്കുന്നത്. അപ്പം കണ്ടോ, ഇതാണിപ്പോൾ ആ ഒരു ഓപ്ഷൻ. നമുക്കിതെല്ലാം കൂടി ഒരു ഗ്രൂപ്പ് ആക്കാൻ പറ്റും. ഇതിപ്പോൾ ഈ ഒരു പാനൽ മാത്രമല്ല, പാനൽ വെച്ച് ക്രിയേറ്റ് ചെയ്യണ എന്ത് സാധനവും നമുക്ക് ഇതുപോലെ ഗ്രൂപ്പ് ആക്കാൻ പറ്റും. ആ ഗ്രൂപ്പ് ആക്കുന്ന ഒരു ഓപ്ഷനാണ് ഞാൻ പറയണത്. ഇപ്പോൾ പാനൽ എടുത്തു, ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കാം, എന്നിട്ട് ജസ്റ്റ് നെക്സ്റ്റ് അടുത്തത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ സെലക്ട് ചെയ്തു ഞാൻ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത്രയും സെലക്ട് ചെയ്തത്. എന്നിട്ട് സെലക്ട് ആയി കഴിയുമ്പം ഇവിടെ ഒരു സൈഡിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഗ്രൂപ്പിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു ഗ്രൂപ്പായിട്ട് മാറും. ഇനിയിപ്പോൾ അൺഗ്രൂപ്പ് ചെയ്യാനാണെങ്കിൽ പോലും നമുക്കിവിടെ ആ സെയിം പൊസിഷൻ തന്നെ ഒരു അൺഗ്രൂപ്പ് ഓപ്ഷൻ കൂടി ഉണ്ട്. ഇതിപ്പോൾ ഒരു ഗ്രൂപ്പായി, ഇതിപ്പോൾ സെലക്ഷൻ ഒരു ഗ്രൂപ്പിൻ്റെ ആയി. ഇനി നമുക്കിത് സ്റ്റാർ ചെയ്ത് വെക്കാം, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതിപ്പോൾ നമുക്ക് ഹൈഡ് ചെയ്യണമെങ്കിൽ ഹൈഡ് ഓപ്ഷൻ ഉണ്ട് കണ്ടോ. ഇനിയിപ്പോൾ ഹൈഡ് മാറ്റാനാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഷോ ഹിഡൻ പ്രൊഡക്ട്സ് എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഹൈഡായി പോയ എല്ലാ പ്രൊഡക്റ്റും ഇവിടെ വന്നോളും. ഇനിയിപ്പോൾ ക്ലിക്ക് ചെയ്യാം, ഇത് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ടു ഫേവറേറ്റ് ഉണ്ട്. നമുക്ക് ഫേവറേറ്റ് ഞാനിപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായി നമുക്ക് എന്ത് പാനൽ വെച്ച് ക്രിയേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ അതുപോലത്തെ ഒരു ഓപ്ഷനാണ് സേവ് ചെയ്യുക. അപ്പോൾ ഇവിടെ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ടിക്ക് കൊടുത്താൽ ഇവിടെ താഴെ ഏതൊരു ഫോൾഡറിലേക്കാണ് നമ്മളോട് ഓൾറെഡി ഫോൾഡർ ക്രിയേറ്റ് ആണെങ്കിൽ ആ ഫോൾഡർ സെലക്ട് ചെയ്താൽ മതി. എന്നിട്ട് മേലെ വന്നിട്ട് നമുക്ക് ആ ഒരു പാനൽ, ഇപ്പോൾ ഹെഡ് ബോർഡ് ആണെങ്കിൽ ഹെഡ് ബോർഡ്, അല്ലെങ്കിൽ ഗ്രൂപ്പ് പാനൽ 1, 2 അങ്ങനെ നമുക്ക് കുറച്ച് പേര് കൊടുത്തിട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഉണ്ട്. ലോക്ക് ചെയ്യണമെങ്കിൽ ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമുക്കിപ്പോൾ ഒരു ഡിസൈൻ അവിടെ കംഫർട്ടായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരിക്കലും ആ സംഭവം